ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ബുധനാഴ്ചയും പരിഗണിച്ചിട്ടില്ല. ലാവ്ലിൻ കേസിൽ അന്തിമവാദം തുടങ്ങാൻ സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും അത് പഴയപടി പോലെ നടന്നില്ല. മറ്റു പല കേസുകളുടെയും വാദം നീട്ടിക്കൊണ്ടുപോയതിനാലാണ് ലാവ്ലിൻ കേസ് പരിഗണനയ്ക്ക് എത്താതായത്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചിലാണ് കേസ് ലിസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ മറ്റു പല കേസിലും വാദം തുടർന്നതിനാൽ ലാവ്ലിൻ അടക്കം കേസുകൾ കോടതിക്ക് പരിഗണിക്കാൻ സാധിച്ചില്ല. ലാവ്ലിൻ കേസ് മൊത്തത്തിൽ 41 തവണയാണ് ഇതിനകം മാറ്റിവെക്കുന്നത്. ഈ മാസം മാത്രം 3 തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചു എന്നതാണ് ശ്രദ്ധേയം. ഈ മാസം 1-ാം തീയതിയും 2-ാം തീയതിയും കേസ് ലിസ്റ്റ് ചെയ്തിരുന്നു. അന്നും സമയക്കുറവ് കാരണം കേസ് പരിഗണിക്കാനായിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെ ചോദ്യം ചെയ്ത് CBI സമർപ്പിച്ച ഹർജികൾ അടക്കമാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. 6 വർഷമായി നിരന്തരം മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് എന്ന നിലയിൽ ലാവ്ലിൻ ഹർജികൾ രാജ്യത്ത് തന്നെ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. ജുഡീഷ്യറിക്ക് തന്നെ നാണക്കേടുണ്ടാക്കും വിധമുള്ള ചില ഉദ്യോഗസ്ഥ ഇടപെടലുകളാണ് ഇക്കാര്യത്തിൽ ആക്ഷേപമായി ഉയരുന്നത്. ഇടതുപക്ഷ യൂണിയനുകളിൽപ്പെട്ട ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളാണ് ആക്ഷേപമാകുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ സംഭവിക്കാത്ത സമാനതകളില്ലാത്ത സംഭവമാണിത്. 6 വർഷം കഴിഞ്ഞ ഒരു കേസ് വാദം കേൾക്കേണ്ട ലിസ്റ്റിൽ 112 മറ്റും ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥ ഇടപെടലുകൾ മൂലമാണെന്നാണ് ആക്ഷേപം. കേസ് കോടതിക്ക് വാദം കേൾക്കാൻ കഴിയാതെയാകും വിധത്തിലുള്ള ഉദ്യോഗസ്ഥ ഇടപെടലുകളാണ് ഇതിന് പിന്നിൽ. രാജ്യത്തെ പരമോന്നത കോടതിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്നും കരുതേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ഊർജ്ജ സെക്രട്ടറി K മോഹനചന്ദ്രൻ, മുൻ ഊർജ്ജ ജോയിന്റ് സെക്രട്ടറി A ഫ്രാൻസിസ് എന്നിവരെ വിചാരണ കൂടാതെ കുറ്റവിമുക്തരാക്കിയ CBI കോടതി വിധി 2017 ഹൈക്കോടതി ശരിവെച്ചിരുന്നു. ഇതിനെതിരായ CBIയുടെ അപ്പീലാണ് പ്രധാനമായും സുപ്രീം കോടതിയിലുള്ളത്. ലോകത്താകെ കമ്മ്യൂണിസം തകർന്നു കൂപ്പുകുത്തിയിരിക്കെ രാജ്യത്ത് ശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരായ CBIയുടെ ഹർജിയിലാണ് കോടതി വാദം കേൾക്കേണ്ടിയിരിക്കുന്നത്. നേരത്തെ ജസ്റ്റിസ് CT രവികുമാർ വാദം കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു. തുടർന്ന് കേസ് പുതിയ ബെഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു. ഹൈക്കോടതിയിൽ ഇതേ കേസിൽ വാദം കേൾക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് CT രവികുമാർ പിന്മാറുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ 4 ബെഞ്ചുകളിലായി 41-ലേറെ തവണ കേസ് ലിസ്റ്റ് ചെയ്യപ്പെട്ട് മാറ്റിവെക്കുന്നതാണ് രാജ്യത്തെ ജനം നേരിൽ കണ്ടു എന്നതാണ് ഖേദകരം. ഇതിൽ ആരോപണ വിധേയമാകുന്നത് നാം പൂജിക്കുന്ന എല്ലാ വിശ്വാസവും അർപ്പിക്കുന്ന പരമോന്നത നീതിപീഠമാണ്. ഫെബ്രുവരി 6-നാണ് അവസാനമായി കേസ് പരിഗണിക്കുന്നത്. ലാവ്ലിൻ കേസ് ഇതുവരെ 41 തവണ ലിസ്റ്റ് ചെയ്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല. പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ SNC ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി 86.25 കോടിയുടെ നഷ്ടം സംഭവിച്ചെന്നുമാണ് കേസ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഊർജ്ജ വകുപ്പ് സെക്രട്ടറി K മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി A ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കി 2017 ഹൈക്കോടതി വിധിക്കെതിരായ CBIയുടെ ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്.